നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ബോളിവുഡിന്റെ മേക്കപ്പിട്ട സുന്ദരി അഥവാ പരംസുന്ദരി എന്ന കൾട്ട് ചിത്രത്തെക്കുറിച്ചാണ്. ഒരു സൈഡിൽ ലോക തുടരും പോലുള്ള മികച്ച ചിത്രങ്ങളെടുത്ത് നമ്മുടെ മലയാള ഭാഷ ഇന്റർനാഷണൽ ലെവലിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മലയാള ഭാഷയെ കൊന്നുകൊലവിളിക്കുന്ന പരംസുന്ദരിയുടെ കടന്നുവരവ്. നമ്മൾ 60 വർഷം മുൻപ് കൈവിട്ട ക്ലീശകൾ കൊണ്ട് നമ്മുടെ കൾച്ചറിനെയെടുത്ത് അമ്മാനമാടുന്ന ഒരു ബ്രോയിലർ കോഴി വേഴ്സസ് സെക്സി ലേഡി പ്രണയകഥയാണ് 2025 റിലീസായ പരംസുന്ദരി. അപ്പോൾ നമുക്ക് കുറ്റം പറച്ചിൽ ആരംഭിക്കാം. പുതിയ കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്റ്റോറി ടെല്ലർ മല്ലു. സിനിമയുടെ തുടക്കത്തിൽ ഏതൊരു ബോളിവുഡ് നെപ്പോഗിഡിനെയും പോലെ നമ്മുടെ നായകനും തന്റെ ബോഡിയൊക്കെ എക്സ്പോസ് ചെയ്ത് ബ്രോയിലർ കോഴി ടൈപ്പ് വർക്കൌട്ടൊക്കെ കഴിഞ്ഞ് തന്റെ ഓഫീസിൽ ചെന്ന് ഒരു ഡേറ്റിംഗ് ആപ്പിൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് ആ ആപ്പ് വർക്കിംഗ് ആണോ എന്നറിയാൻ ആപ്പിൽ പറയുന്ന തന്റെ സോൾമേറ്റിനെ തേടി കേരളത്തിലെത്തുന്ന പരം എന്ന നായകൻ നമ്മുടെ അടക്കവും ഒതുക്കവുമുള്ള തുണി അലർജിയായ തേയ്ക്കപ്പെട്ട സുന്ദരി അഥവാ തെക്കേപ്പാട്ട് തറവാട്ടിലെ സുന്ദരിയുടെ മുമ്പിലെത്തുന്നു. എന്നാൽ നായകന്റെ ഈ യാത്രയിൽ തന്നെ കേരളത്തിലുള്ളവരെല്ലാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ഉറങ്ങുന്നതുവരെ കള്ളാണ് കുടിക്കുന്നത് എന്ന് കാണിക്കാൻ അവർ കയറിയ ടാക്സി ഡ്രൈവർ കള്ളുകുടിച്ച് ആക്സിഡന്റ് ഉണ്ടാക്കുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പാൻ മസാല ഗ്യാങ് ഇപ്പോഴും കേരളത്തിലെ ആൾക്കാർ ചെത്ത് കള്ളാണ് കുടിക്കുന്നത് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ പ്രാന്തൻ പടത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷന്റെ 15 ഇരട്ടിയാണ് ഉത്രാടത്തിന് മാത്രം കിട്ടിയ കേരളത്തിലെ ബിവറേജിന്റെ കളക്ഷൻ. പിന്നെ കള്ള് മാത്രമല്ല, ഓണം, ആന, വള്ളംകളി, കായൽ, പ്രകൃതി, മോഹൻലാൽ തുടങ്ങിയ എല്ലാ എലമെന്റ്സും അവർ മാർക്കറ്റിംഗിനായി ഉപയോഗിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര വിഷ്വൽ ഭംഗിയോടുകൂടി എടുത്തുവെച്ചിട്ടുമുണ്ട്. പക്ഷെ സഹിക്കാൻ പറ്റാത്തത് ഇവളുടെ ഈ കൊണ മലയാളമാണ്. ഇവരെ ചെയ്ത പരിയാത അമ്മാവ അതാണല്ലോ വേണം. ലാലേട്ടന്റെ പാട്ടും ഒരു കട്ടനും തീർക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ? അതാണല്ലോ വേണം. ചിത്രത്തിന്റെ പശ്ചാത്തലം ആലപ്പുഴ ജില്ലയിലെ നങ്ങിയാർകുളങ്ങരയാണ്. പക്ഷെ സിനിമയിൽ കാണുന്നത് മുഴുവൻ KL6-ലുള്ള വണ്ടികളാണ്. അപ്പോൾ ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ആ നാട്ടുകാരുടെ മുഴുവൻ രോമാഞ്ചമാണ്. നമ്മുടെ നായകൻ അവിടെ ചെന്ന് സുന്ദരിയുടെ വീടെവിടെയെന്ന് ചോദിക്കുമ്പോൾ തന്നെ സുന്ദരിയെ നീ എങ്ങാനും വിഷമിപ്പിച്ചാൽ എന്ന് പറയുന്ന പോലത്തെ കുറെ ഡയലോഗുകൾ പറയുന്ന നാട്ടുകാരെ നമുക്ക് കാണാം. നമ്മുടെ സുന്ദരി സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലാത്തൊരു ടിപ്പിക്കൽ മലയാളി മങ്കയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു നൈറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് 9 ടോപ്പ് അടിക്കുന്ന, പേരിന് മാത്രം വസ്ത്രം ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ പെൺകുട്ടിയാണ് ഈ സുന്ദരി. നമ്മുടെ തെക്കേപ്പാട്ട് സുന്ദരി പടം മൊത്തം മുല്ലപ്പൂ വെച്ചാണ് നടക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ മുല്ലപ്പൂ, നിന്നാൽ മുല്ലപ്പൂ, കിടന്നാൽ മുല്ലപ്പൂ, ഇനി ഷവർമ കഴിക്കാൻ ഹോട്ടലിൽ പോയാൽ അവിടെയും മുല്ലപ്പൂ. അങ്ങനെ മുല്ലപ്പൂ തടഞ്ഞിട്ട് നിൽക്കാനും നടക്കാനും വയ്യാത്തവസ്ഥ. പിന്നെ ഈ കുട്ടിക്ക് ഒരു അനിയത്തി കൂടിയുണ്ട്. പിന്നെ എന്തിനും ഏതിനും കളരി ഗുരുക്കളായ ഒരു കോമാളി അമ്മാവനും. ഈ അമ്മാവനായി അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ രഞ്ജി പണിക്കരാണ്. പിന്നെ ഈ അമ്മാവന് KT മിറാഷിനെപ്പോലെ ഒരു മകനുമുണ്ട്. പിന്നെ ഇവളുടെ അനിയത്തിക്കുട്ടിയാണെങ്കിൽ ഒറീസയിൽ നിന്ന് വെക്കേഷന് നാട്ടിൽ വന്നതുപോലെയാണ് മലയാളം പറയുന്നത്. അവർ കൂടുതലും ഹിന്ദിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. ഈ കുട്ടിയും നമ്മുടെ സുന്ദരിയും പിന്നെ അവളെ കെട്ടാൻ വേണ്ടി വന്ന ബ്രോയിലർ കോഴിയും ഒഴികെ ബാക്കി എല്ലാവരും മര്യാദയ്ക്ക് മലയാളം സംസാരിക്കുന്നുണ്ട്. ഇവർ മാത്രം മലയാളം പോലെ ഏതോ ഒരു ഭാഷ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മലയാളമാണോ സംസാരിക്കുന്നത് എന്ന് തോന്നിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാടിനെ വിഷ്വലി വളരെ ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും കൊന്ന് കൊലവിളിച്ചിട്ടുമുണ്ട്. നമ്മുടെ ഈ സുന്ദരി ഒരു ഹോം സ്റ്റേ നടത്തുന്നുണ്ട്. അതിന്റെ പേരാണ് തെക്കേപ്പാട്ട് ഹോം സ്റ്റേ. അതുകൊണ്ടാണ് ഇവളെ തന്നെ തേക്കപ്പെട്ട സുന്ദരി അഥവാ തെക്കേപ്പാട്ടെ സുന്ദരി എന്ന് വിളിക്കുന്നത്. ഇവളുടെ അമ്മാവന് കളരിപ്പയറ്റ് പഠിപ്പിക്കലാണ് പണി. എന്നാലാണല്ലോ കേരളം കളരി എന്നൊക്കെ പറഞ്ഞിട്ട് കളരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആ സോൾമേറ്റ് ആപ്പ് നോക്കി വന്ന നായികയെ കണ്ടപാടെ ഫ്ലാറ്റാവുകയാണ്. അത് പിന്നെ നായകനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വസ്ത്രധാരണത്തിന്റെയൊക്കെ ഒരു പവർ എന്നല്ലാതെ ഒന്നും പറയാനില്ല. നായകനോട് ഒരു ചെറിയ ഇഷ്ടമൊക്കെ നായികയ്ക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ളത് എക്സ്പ്രഷൻസിലൂടെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. നമ്മുടെ നായിക എന്തെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞാൽ അപ്പോൾ തന്നെ ശ്രീരാമൻ കുലയ്ക്കാനെടുത്ത വില്ലുപോലെ ഒരു ഒറ്റ നിപ്പാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടന്റിൽ ഒരു പുതുമയും കൊണ്ടുവരാൻ കഴിവില്ലാത്ത ഈ ഇൻഡസ്ട്രി ഇന്ന് നിലനിന്ന് പോകുന്നത് തന്നെ നായികമാരുടെ ഇങ്ങനെയുള്ള ബോഡി എക്സ്പോസ് ചെയ്യുന്ന രംഗങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ കാണിക്കാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റം ഈ നായികമാർ കാണിക്കും. കാരണം അവർക്ക് ബോൾഡ്നെസ് എന്ന് പറഞ്ഞാൽ സെക്ഷുവാലിറ്റിയാണ്. പിന്നെ ബോളിവുഡ് ആക്ടേഴ്സിന്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. അവർക്ക് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ അത് ബോഡി ബിൽഡിംഗ് ആണ്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു കാലത്ത് ഇന്ത്യയുടെ അഭിമാനമായിരുന്ന ബോളിവുഡ് ഇൻഡസ്ട്രി ഇപ്പോൾ നാശത്തിന്റെ പടുകുഴിയിലാണ്. ഇനി തെക്കപ്പെട്ട സുന്ദരിയിലേക്ക് തിരിച്ചു വന്നാൽ കേരളം കൊതുക് ശല്യമുള്ള വൃത്തിയില്ലാത്ത സ്ഥലം എന്നൊക്കെ ഇവർ പറയുമ്പോൾ ഇതിന്റെ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ഇവർ വന്നിരിക്കുന്നത് തന്നെ ഇന്ത്യയിലെ മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റിയിൽ നിന്നാണ്, ഡൽഹി. പിന്നെ നമ്മുടെ നായികയുടെ ഇൻട്രോ സീനിൽ കലാമണ്ഡലം യൂണിഫോം ഇട്ട് ചൈനീസ് ഡാൻസ് കളിക്കുന്ന സുന്ദരിയാണ് കാണിക്കുന്നത്. നായിക ലോകോത്തര മോഹിനിയാട്ടം നർത്തകിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ചൈനയിലുള്ള ഏതോ മോഹിനിയാട്ടമാണ് എന്നാണ്. പിന്നെ സിനിമയിൽ കാണിക്കുന്ന ആനയുടെ പേര് വരെ തെക്കേപ്പാട്ട് രുക്മിണി എന്നാണ്. കൂടാതെ തെക്കേപ്പാട്ട് അമ്മാവൻ, തെക്കേപ്പാട്ട് മരുമകൻ, തെക്കേപ്പാട്ട് ആനക്കാരൻ, അങ്ങനെ ആകെ മൊത്തത്തിലൊരു തെക്കേപ്പാട്ട് മയം. പിന്നെ പടത്തിൽ ഡ്രസ്സ് കുറവിട്ട് നടക്കാൻ അനുവാദം അത് സുന്ദരിക്ക് മാത്രമാണ്.
നമ്മുടെ ബ്രോയിലർ ഒരു ഷോട്ട്സ് ഇട്ട് ഓടിയതിന് സദാചാരവാദികൾ ഇവനെ മുണ്ടുടുപ്പിക്കുന്ന സീനൊക്കെയുണ്ട്. പിന്നെ ഈ ഹിന്ദിക്കാരെ കണ്ടാൽ ഇവിടത്തെ മലയാളി പെൺകുട്ടികൾ കാമപ്രാന്തികളാവുമെന്നാണ് സിനിമയിൽ പറയുന്നത്. ഇതിനായിട്ട് പല വൾഗർ രംഗങ്ങളും സിനിമയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മലയാളി പെൺകുട്ടികളെ അപമാനിക്കാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റം അപമാനിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഹിന്ദിക്കാരെന്ന് പറഞ്ഞാൽ ഇവിടെ പണിക്ക് വരുന്ന ബംഗാളികളെയാണ് ഓർമ്മ വരിക, അല്ലാതെ ടൈഗർ ഷെർഫിനെയൊന്നും ഓർമ്മ വരില്ലെന്ന് ഈ പാൻ മസാല ഗാങ്ങിന് അറിയാത്തതുകൊണ്ടാവാം. അത് പിന്നെ പോട്ടേന്ന് വയ്ക്കാം. പക്ഷേ സിനിമയുടെ ഒരു ഘട്ടത്തിൽ നമ്മുടെ അമ്മാവന്റെ കളരിക്കാരെ ഇടിച്ചിടുന്ന നായകന് തോളിൽ ഉറുമികൊണ്ട് ഒരു മുറിവ് പറ്റിയപ്പോൾ അവർ കമ്മ്യൂണിസ്റ്റ് പച്ചപ്പറിക്കാൻ ആലപ്പുഴയിൽ നിന്ന് നേരെ അതിരപ്പള്ളിക്കാണ് പോകുന്നത്. പിന്നെ അതൊന്നും ഇവിടെ ഒരു പ്രശ്നവുമല്ല. ഇനി പ്രശ്നമാണെന്ന് തോന്നിയാൽ തന്നെ ലാലേട്ടന്റെ പാട്ടും ഒരു കട്ടനും തീർക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ? ഇതെന്ത് പ്രശ്നമാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഈ പടം മുഴുവൻ കണ്ടു തീർത്താൽ ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും ഇനിയിപ്പോൾ നമ്മളല്ലേ ശരിക്കുമുള്ള മലയാളിയെന്ന്. മൊത്തത്തിൽ ഒരു കിളിപോയ അവസ്ഥ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നായികയെ വളയ്ക്കാൻ നായകനൊരു മലയാളം പാട്ട് പാടുന്നതും അത് കേട്ടവൾ തിരിച്ചു പാടുന്നതുമായ ഒരു സീനുണ്ട്. ഇറ്റ് വാസ് ഓസം. ആ സീൻ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. തൊട്ടു കണ്ടിൽ വെച്ച് കൂടെ പോണേ നീ തൊട്ടേ നീ തൊട്ടു കണ്ടിൽ വെച്ച് കൂടെ പോണേ നീ. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ നായകന്റെ ബ്രോയിലർ ബോഡി കണ്ട് നായികയ്ക്കും അവനോട് സ്നേഹം തോന്നുന്നു. പക്ഷെ രണ്ടാളും ചത്താലും തുറന്നു പറയില്ല. കാരണം തുറന്നു പറഞ്ഞാൽ പടം അവിടെ വെച്ച് തീരും. പിന്നെ ഇങ്ങനെ വലിച്ചു നീട്ടാനും പറ്റില്ല. അതുമാത്രമല്ല, ഈ വള്ളംകളി, ഓണപ്പാട്ട്, ഐറ്റം ഡാൻസ് ഇതൊന്നും എവിടെയും തിരികെ കയറ്റാനും പറ്റുകയുമില്ലല്ലോ. പിന്നീട് അവനെ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ കേരളം മൊത്തം ചുറ്റിക്കാണിക്കുന്നുണ്ട്, അതും ബുള്ളറ്റിലെ. ഇതിന്റെ ഇടയിൽ മഴ വരുന്നു, ഡാൻസ് വരുന്നു, ബോഡി എക്സ്പോസിംഗ് സീനുകൾ വരുന്നു. പിന്നെ ഒരു പള്ളിയിൽ ഇടിച്ചു കയറി അവിടെ ഡാൻസ് കളിക്കുന്നു. അവളുടെ മോഹിനിയാട്ടത്തിന്റെ നോബൽ പ്രൈസ് മിസ്സായ കഥ പറയുന്നു. അങ്ങനെ ഈ സെന്റിമെന്റ്സ് സീൻ വരെ അവരൊരു റൊമാന്റിക് മൂഡിലേക്ക് കൊണ്ടുപോയി അവസാനിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ റൊമാന്റിക് മൂഡും ട്രിപ്പ് മൂഡും കഴിഞ്ഞ് തിരിച്ചു വന്ന നായകൻ അവളോട് സ്നേഹം പറയാൻ പോകുമ്പോഴേക്കും അടുത്ത അവതാരത്തിന്റെ എൻട്രിക്ക് സമയമായി. യെസ്, നമ്മൾ മുമ്പ് പറഞ്ഞ സുന്ദരിയുടെ മുറച്ചെറുക്കൻ. ശരിക്കു പറഞ്ഞാൽ ഈ സിനിമയിൽ കുറച്ചെങ്കിലും വെളിവും വെള്ളിയാഴ്ചയുമുള്ളത് ഇവന്റെ കഥാപാത്രത്തിനാണ്. അവന്റെ ലക്ഷ്യങ്ങളെല്ലാം അച്ചീവ് ചെയ്ത് ഡോക്ടറായി അവളെ കെട്ടാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആ മൊമെന്റിൽ തന്നെ അമ്മാവൻ അവരുടെ കല്യാണം ഉറപ്പിക്കുന്നു. പക്ഷേ ബ്രോയിലർ തളരുന്നില്ല. കാരണം കല്യാണച്ചക്കനെ പൊട്ടനാക്കി ലാസ്റ്റ് നിമിഷത്തിൽ നായകന്റെ ഒപ്പം ഇറങ്ങിപ്പോകുന്ന നായികയ്ക്കാണല്ലോ സിനിമയിൽ കൂടുതൽ കയ്യടി കിട്ടാറുള്ളത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ ഗംഭീര പ്രശ്നത്തിന്റെ ഇടയിൽ നടക്കുന്ന നായികയുടെ കല്യാണം ഉറപ്പിക്കലിലും അവളുടെ തന്നെ ഒരു ഐറ്റം ഡാൻസുമുണ്ട്. ഇതിന്റെ ഇടയിൽ നമ്മുടെ നായകന്റെ കൂട്ടുകാരൻ അവിടുന്ന് ഒരു മലയാളി പൂക്കാരിയെ സെറ്റാക്കുന്നുണ്ട്. അതായത് ഇവന്മാരുടെ സൈക്കോളജി അനുസരിച്ച് ഏതു പെണ്ണും ഇവരുടെ മുമ്പിൽ വീഴണമല്ലോ, കാരണം ഇവർ ബോളിവുഡാണല്ലോ. ഇതൊക്കെ കണ്ടപ്പോൾ നായകൻ വീണ്ടും സുന്ദരിയെ വളയ്ക്കാൻ നോക്കിയിരിക്കുമ്പോഴാണ് അവിടെ നടക്കാൻ പോകുന്ന ശങ്കരൻ ട്രോഫി മത്സരത്തെക്കുറിച്ചറിയുന്നത്. ഇവർ പറയുന്നത് കേരളത്തിൽ നടക്കുന്ന വാശിയേറിയ ഒരു മത്സരമാണ് ശങ്കരൻ ട്രോഫി മത്സരം. അതായത് ഈ നങ്ങ്യാർകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് 5 ദേശങ്ങൾ പങ്കെടുക്കുന്ന ഈ മത്സരത്തിനായാണ് 10 വർഷമായിട്ട് രഞ്ജിപ്പണിക്കർ തന്റെ ശിഷ്യന്മാരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്ര കൊല്ലമായിട്ടും ഇവന്മാര് കപ്പടിച്ചിട്ടില്ല. അങ്ങനെ ഈ ശങ്കരൻ ട്രോഫിയിൽ പങ്കെടുത്ത് വിജയിക്കാൻ നായകൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നായികയെ ഇംപ്രസ് ചെയ്യുകയും ചെയ്യാം, അവളെ കെട്ടുകയും ചെയ്യാം. പക്ഷെ ഈ മത്സരം അതികഠിനമായ മത്സരമാണ്. ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് തന്നെ സ്പൂൺ റേസാണ്. അപ്പോൾ തന്നെ നമുക്ക് ഈ മത്സരത്തിന്റെ റേഞ്ച് മനസ്സിലാക്കാമല്ലോ, അല്ലേ? അങ്ങനെ ഈ മല്ലന്മാരായിട്ടുള്ള കളരിയൊക്കെ പഠിച്ചിട്ടുള്ള ആശാന്മാർ, അതായത് എല്ലാത്തിലും അഗ്രഗണ്യരായിട്ടുള്ള മുസൽമാന്മാരൊക്കെ നായകന്റെ കൂടെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ നിൽക്കുകയാണ്. വിസിലടി കേട്ടതും ഇവരുടെയൊക്കെ വായിൽ ഒരു സ്പൂൺ വെച്ചുകൊടുത്ത് അതിന്റെ അകത്ത് ഒരു നാരങ്ങ വെച്ചുകൊടുക്കും. അങ്ങനെ ഈ നാരങ്ങ സ്പൂണിൽ വെച്ച് അവരുടെ മുമ്പിൽ കുറെ കമ്പും കോലുമൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ തട്ടിത്തടഞ്ഞ് ഏറ്റവും ആദ്യം അത് ക്രോസ് ചെയ്ത് ചെല്ലുന്ന ആളാണ് ഫസ്റ്റ് അടിക്കുന്നത്. ഇങ്ങനത്തെ കണ്ണാപ്പി മത്സരങ്ങളാണെങ്കിലും ശങ്കരൻ ട്രോഫിയിൽ ജയിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ വിങ്ങിപ്പൊട്ടിയിരിക്കുന്ന നാട്ടുകാരെ രക്ഷിക്കാനായി നായകൻ ഫൈനൽ മത്സരമായ വള്ളംകളിയിൽ വീണ്ടും പങ്കെടുക്കുന്നു. ഇങ്ങനെ വള്ളംകളിയിൽ ഇവരുടെ ടീം തോറ്റില്ല എന്ന് പറഞ്ഞ് ഏറ്റവും ബാക്കിൽ നിൽക്കുകയാണ്. ബാക്കി എല്ലാവരും തുഴഞ്ഞു പോകുന്നുമുണ്ട്. അപ്പോൾ നായകന് ഒരു ഐഡിയ ഓർമ്മ വരുന്നു. പണ്ട് നായകനും നായികയും കൂടി ബോട്ട് തുഴഞ്ഞുപോയപ്പോൾ നായിക ഉപദേശിച്ച ഡയലോഗ്, നമ്മൾ ഒരു താളത്തിൽ തുഴയുകയാണെന്നുണ്ടെങ്കിൽ നന്നായി തുഴയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കൊരു ഉന്നം കിട്ടില്ല എന്ന്. അപ്പോൾ തന്നെ നമ്മുടെ നായകൻ ഹിന്ദിയിൽ ഒരു പാട്ട് പാടും. ആ പാട്ടിനനുസരിച്ച് താളം പിടിച്ചു തുഴഞ്ഞ് ആ ടീം ഫ്രണ്ടിൽ കയറി കപ്പടിക്കും. ഇതൊക്കെ കാണുമ്പോൾ ഇവരോട് എന്താ ഇപ്പോൾ പറയാമെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം ഈ വള്ളംകളിയുടെ നാട്ടിൽ വന്നിട്ട് ഏത് താളത്തിൽ തുഴയണമെന്ന് നമുക്ക് പറഞ്ഞു തരേണ്ട അവസ്ഥ. നമ്മുടെ ഫേമസ് വഞ്ചിപ്പാട്ടുകൾ നിരനിരയായി നിൽക്കുമ്പോഴാണ് ഇവരുടെ ഹിന്ദിയിലുള്ള ഒരു അറുബോറ് വഞ്ചിപ്പാട്ട്. പിന്നെ ഈ സിനിമയിൽ ഒരുപാട് ആളുകളുടെ എഫേർട്ട് നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. പിന്നെ സിനിമയുടെ മ്യൂസിക് ഒരു രക്ഷയുമില്ല, നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം തന്നെയാണ്. അങ്ങനെ ശങ്കരൻ ട്രോഫിയിൽ വിജയിച്ച നായകൻ നായികയെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു, അതും തെങ്ങിന്റെ മുകളിൽ വലിഞ്ഞു കയറിക്കൊണ്ട്. അങ്ങനെ ഈ അപരാധ പ്രപ്പോസലിൽ അവൾ വീഴുന്നു. നമ്മുടെ മുറച്ചെറുക്കനെ പൊട്ടനാക്കിക്കൊണ്ട് കല്യാണ ദിവസം അവൾ നായകന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു. അതും വെറും പോക്കല്ല, ബിരിയാണി വെക്കുന്ന ചെമ്പെടുത്ത് വെള്ളത്തിലിട്ട് സാമ്പാർ ഇളക്കുന്ന ഒരു ചട്ടുകം കൊണ്ട് തുഴഞ്ഞുപോയി നായകനെ വെള്ളത്തിൽ നിന്ന് പൊക്കിക്കയറ്റി കൃത്രിമശ്വാസം കൊടുത്തുകൊണ്ടുള്ള പ്രണയസാഫല്യം. ഇനി പുതുമയില്ലെന്ന് ആരും പറയരുത്, അമാതിരി ക്ലൈമാക്സാണ് പടത്തിന്റെ. എന്നാൽ ഇതുവരെ കാട്ടിയ നായികയുടെ ശരീരപ്രദർശന സീനുകളൊന്നും പോരാഞ്ഞിട്ട് പടം കഴിഞ്ഞിട്ടും
നായികയെ മഴയിൽ സാരി ഉടുപ്പിച്ച് ഒരു അപരാധ സോങ് കൂടിയുണ്ട്. ഇതും കൂടിയായപ്പോൾ ഒരു പാൻ മസാല ചിത്രമെന്ന ഡയറക്ടർ കണ്ട സ്വപ്നം സഫലമായി. ആഹാ, എന്തു നല്ല പടം! ലൈഫിന്റെ 2.5 മണിക്കൂർ വെറുതെ പോയി. പിന്നെ ഈ പടം കേരളത്തിന്റെ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് വിഷ്വലി വളരെ നല്ലതായി തോന്നും. പക്ഷെ ഇവിടെയുള്ള ആൾക്കാരെക്കുറിച്ച് വളരെ മോശം അഭിപ്രായമായിരിക്കും സിനിമ കാണുന്നവർക്കുണ്ടാവുക. പ്രത്യേകിച്ച് കള്ളുകുടിയന്മാരുടെ അതിപ്രസരമാണ് കേരളത്തിലെന്നാണ് അവന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ഈ സിനിമ കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് മലയാളികളുടെ ദുഃഖം മാത്രമല്ല, തമിഴന്മാരുടെ ദുഃഖം വരെ മനസ്സിലായി. കാരണം പണ്ട് ചെന്നൈ എക്സ്പ്രസ് ഇറങ്ങിയപ്പോൾ അതിലെ തമിഴ് കേട്ട് ഞാൻ കുറെ ചിരിച്ചതാണ്. എന്നാൽ ചെന്നൈ എക്സ്പ്രസ് കണ്ട ഒരു തമിഴന്റെ ദുഃഖം എന്തായിരിക്കുമെന്ന് ഈ പരംസുന്ദരി എനിക്ക് മനസ്സിലാക്കി തന്നു. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. പുതിയ കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. സൈനിങ് ഓഫ്, യുവർ ഓൺ സ്റ്റോറി ടെല്ലർ മല്ലു.